കഴിഞ്ഞ ദിവസം ചേർത്തലയിൽ നമ്മൾ ഷോപ്പിങ്ങിന് പോയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അക്കൗണ്ട് കൂടി റെഡിയാക്കണമായിരുന്നു. അപ്പോൾ ഒരു കഫേ പോയി അക്കൗണ്ട് റെഡിയാക്കാൻ വേണ്ടി പോയപ്പോഴേക്കും ആ ചേട്ടനാണെങ്കിൽ ഫൈറ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് നമ്മളെ പറഞ്ഞു വിട്ടു. പിന്നെ നമ്മൾ ആ വിഷമത്തിൽ ഒരു കട്ട്ലൈറ്റ് ഒരു ജ്യൂസും കൂടി ഓർഡർ ചെയ്തു. കട്ടക്കൂറ ഫുഡായിരുന്നു ഗൈസ്. അതുകൊണ്ട് തന്നെ ആ വിഷമത്തിൽ നേരെ അമ്മച്ചമ്മയുടെ വീട്ടിലോട്ട് വിട്ടു. ബസ്സിൽ കയറി കുലുങ്ങി അവിടെ ചെന്നപ്പോഴേക്കും വഴിയരികിൽ നമ്മൾ കുറേ തമിഴന്മാർ ടെൻ്റ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുണ്ടാക്കിയ വിഗ്രഹങ്ങളാണ്. നല്ല രസമില്ല ഗൈസ്. ബുദ്ധൻ, കൃഷ്ണൻ, ആന, അങ്ങനെ കുറേ വിഗ്രഹങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഓരോ സ്നാപ്പൊക്കെ എടുത്ത് അവിടെ നിന്നു. അത് കഴിഞ്ഞിട്ട് അമ്മ പറഞ്ഞു ദേ വായോ എന്ന് പറഞ്ഞപ്പോഴേക്കും പിന്നെ അമ്മച്ചമ്മയുടെ വീട്ടിൽ പോയി. നമ്മൾ തന്നെ കൊണ്ടുവന്ന പലഹാരങ്ങളാണിത്. മസാല ബോണ്ട, ഏത്തക്കാപ്പം. ഈ മസാല ബോണ്ട ഏത്തക്കാപ്പമൊക്കെ എണ്ണ കുറവായിരുന്നു. പിന്നെ നമ്മൾ തന്നെ കൊണ്ടുവന്ന ഫുഡ് നമ്മൾ തന്നെ കഴിക്കുന്നത് ശരിയല്ലല്ലോ. പക്ഷേ അമ്മച്ചമ്മ സ്നേഹത്തോടെ കഴിച്ചോന്നും പറഞ്ഞ് തന്നപ്പോഴേക്കും ഞാൻ വേണ്ടെന്ന് പറയാൻ പോയില്ല. എണ്ണ കുറവായിരുന്നു. ആ ഒരു ധൈര്യത്തിൽ ഞാൻ ഓരോ ഏത്തക്കാപ്പ എടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഓരോന്നെടുത്ത് കഴിക്കുവാണ് ഗൈസ്. ഒരു കടി കടിച്ചപ്പോൾ തന്നെ അടിപൊളിയായിരുന്നു ഗൈസ്. അങ്ങനെ ഞാൻ പിന്നെയും അത് തന്നെ ഇങ്ങനെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരുന്നു. നല്ല വിശപ്പുണ്ടായിരുന്നേ. ലോങ് ട്രാവലൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും എൻ്റെ വയറ്റിലുള്ള വിശപ്പങ്ങ് ഉണരും. അപ്പോൾ അങ്ങനെ ഇരുന്ന് അത് കഴിച്ചുകൊണ്ടിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നോക്കിയപ്പോൾ അമ്മ ഒരു സൈഡിൽ ഇരുന്ന് പോളിംഗ് ആണ്. ചോറും കോവക്ക മെഴുകുവരട്ടിയാണ്. അപ്പോൾ അതിന് കഴിച്ചപ്പോൾ ഞാൻ ഒരു ഉണ്ട മേടിച്ച് കഴിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലോട്ട് തിരിച്ചു പോകാൻ നേരത്ത് ഫ്രൂട്ട്സ് കടയിൽ കയറിയിട്ട് കുറച്ച് ഫ്രൂട്ട്സൊക്കെ മേടിച്ചു. ഹെൽത്തൊക്കെ നോക്കണമല്ലോ അപ്പോൾ അങ്ങനെ ഹെൽത്തൊക്കെ നോക്കണം എന്ന രീതിയിൽ ചിന്തയും വെച്ചുകൊണ്ട് വീട്ടിലോട്ട് വന്നപ്പോഴേക്കും ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത കടയിൽ നിന്ന് ഒരു ചായ കുടിക്കാൻ പൂതിയായിട്ട് പാലും മേടിച്ച് വീട്ടിൽ വന്നിട്ട് ഒരു ബ്രൂ കോഫി ഉണ്ടാക്കി കുടിച്ചു. അപ്പോൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്നെപ്പോലെ കുക്കിംഗ് ചെയ്യുന്ന ആരൊക്കെയുണ്ട്? കമൻറ്റ് ബിലോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ഗൈസ്.